ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഈ സൂത്രങ്ങളുകൊണ്ടാണ് നമ്മളിന്ന് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഒരു പീച്ച് ഷെയ്ഡുള്ള ഒരു സ്കെച്ച്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഒരു സ്കെച്ച്, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ സ്കെച്ച്, പിന്നെ ഒരു ബ്ലാക്ക് പെന്നും ഉണ്ട്. അപ്പോൾ ഇതെന്താ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂലിപ്സാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ട്യൂലിപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആകെ ഭയങ്കര ഈസിയാണ് വരയ്ക്കാൻ. നമുക്കത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു ഓവൽ വരയ്ക്കണം. ഞാൻ ഒരു ഓവൽ വരച്ചിട്ടുണ്ട്. അതുപോലെ അതുകൂട്ട് ഞാൻ 3 എണ്ണമാണ് വരച്ചു കൊടുക്കും. നിങ്ങൾക്ക് ട്യൂലിപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇതാക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതൊക്കെ. പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇങ്ങനെ ഇതുകൊണ്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല, കാണാതെ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് വരയ്ക്കാം. ഓക്കെ, കുറേ ദിവസമായി ഞാനപ്പോൾ ട്യൂലിപ്സ് ഒക്കെ വരച്ചിട്ട്. അപ്പം നമുക്കൊന്ന് ട്യൂലിപ്സ് വരയ്ക്കാനുള്ള ഒരു കൊതിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് ബോർഡറിങ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി വരച്ചു കൊടുക്കാം. ഇവിടെ വി വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ വീടിൻ്റെ നടുക്കൂടെ നമുക്ക് താഴത്തേക്ക് ഒരു ലൈൻ ഇട്ടു. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കാണാമല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ലൈറ്റ് ഗ്രീനാണ് തണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്, സ്റ്റെം വരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് കുറച്ച് പുല്ലും കൂടി വരച്ച് കൊടുക്കാം. ഓക്കെ, ഇതപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ